ലോകം യുദ്ധഭീതിയിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ടൂറിസം ഭൂപടത്തിൽ വിസ്മയിപ്പിക്കുന്ന മാറ്റങ്ങളാണ് കാണാനാവുന്നത്. പശ്ചിമേഷ്യൻ മണ്ണിൽ യുദ്ധമേഘങ്ങൾ ഉരുണ്ടുകൂടിയതോടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സഞ്ചാരികൾ തങ്ങളുടെ അവധിക്കാല പാക്കേജുകൾ ആഫ്രിക്കൻ വൻകരയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കാലങ്ങളായി ഗൾഫ് നാടുകളിലേക്കും യൂറോപ്പിലേക്കും പറന്നിരുന്ന വിനോദസഞ്ചാരികൾ ഇപ്പോൾ സുരക്ഷിതത്വം തേടി ആഫ്രിക്കൻ രാജ്യങ്ങളാണ് ട്രിപ്പിനായി സെലക്ട് ചെയ്യുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള ടൂറിസം പാക്കേജുകളിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമീബിയയുടെ ചുവന്ന മണൽക്കുന്നുകളും കെനിയയിലെ വന്യജീവി സഫാരികളും ദക്ഷിണാഫ്രിക്കയിലെ നഗര ഭംഗിയുമെല്ലാം സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. സിംബാബ്വെ, സ്വാംബിയ, ബോട്സ്വാന തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസുകൾ വർദ്ധിച്ചതും ഈ മാറ്റത്തിന് ആക്കം കൂട്ടി. സമാധാനപരമായ അന്തരീക്ഷത്തിനൊപ്പം തന്നെ ആഫ്രിക്കയിലെ വൈവിധ്യമാർന്ന ഭക്ഷണ രീതികളും സാംസ്കാരിക തനിമയും ഇന്ത്യക്കാരെ അങ്ങോട്ടേക്ക് ആനയിക്കുന്നുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഈ യാത്രകളെ കൂടുതൽ ലളിതമാക്കുകയാണ്. നമ്മുടെ നാട്ടിലെ കപ്പയും കാച്ചിലും പോലെ തന്നെ ആഫ്രിക്കൻ ഗ്രാമങ്ങളിലും കിഴങ്ങുവർഗ്ഗങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ഉരലിലിട്ട് പദം വരുത്തിയ ഉരുളകളും ഗ്രില്ല് ചെയ്ത ആട്ടിറച്ചിയുമെല്ലാം അവിടെ വിശേഷപ്പെട്ട വിരുന്നുകളായി മാറും. കെനിയയിലും ഗാനയിലും ഉഗാണ്ടയിലുമെല്ലാം ഇന്ത്യൻ സാന്നിധ്യം ശക്തമായതുകൊണ്ട് തന്നെ ഇഡലിയും സാമ്പാറും മീൻകറിയും എല്ലാം ഇവിടുത്തെ തെരുവുകളിൽ സാധാരണമായി മാറിക്കഴിഞ്ഞു. ഷവർമയ്ക്ക് പകരക്കാരനായി എത്തുന്ന ഉഗാണ്ടയിലെ റോളക്സും സൻസിബാറിലെ മസാല ബിരിയാണിയുമെല്ലാം മലയാളി സഞ്ചാരികളുടെ നാവിലും രുചിയൂറുന്നവയാണ്. യുദ്ധവും അശാന്തിയും നിറഞ്ഞ മേഖലകളെ ഒഴിവാക്കി പ്രകൃതിയുടെ വന്യതയും സുരക്ഷിതത്വവും തേടിയുള്ള ഈ സഞ്ചാരം ആഗോള ടൂറിസം മേഖലയിലും പുതിയൊരു മാറ്റത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്.